ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് ഇതാ ഇഡ്ഡലിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇത് റെഡി ആവാൻ വേണ്ടി പോവാണേ. അങ്ങനെ ഞാൻ ആ ഡ്രസ്സൊക്കെ മാറി റെഡിയായി വന്നേ. കൊള്ളാവോ എൻ്റെ ചുരിദാർ? ഇതിന് ലിങ്കൊന്നും ഇല്ല കേട്ടോ, കാരണം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണേ. പോകുന്ന തിരക്കിൽ സത്യത്തിൽ ഗിഫ്റ്റ് എടുക്കാൻ മറന്നേ. അച്ചുട്ടി ചോദിച്ചില്ലായിരുന്നെങ്കിൽ വീടൊക്കെ പൂട്ടിയതിനു ശേഷം വീണ്ടും തുറന്നൊക്കെ എടുക്കേണ്ടി വന്നേനെ. അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടങ്ങി. അയ്യോടാ, നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലേ? ചാവക്കാടേക്കാട്ടോ. ജിത്തു ആണെങ്കിൽ ഒരു വെക്കേഷൻ ക്യാമ്പിന് പോയേക്കുന്ന കാരണം അവനില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 90s പാട്ടൊക്കെ ഇട്ടിട്ടാട്ടോ പോയത്. അവനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിക്കകത്ത് റാപ്പ് സോങ്ങുകൾ മാത്രമേ ഇടത്തോളേ. അവൻ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ എല്ലാ പിള്ളേരും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഹൗസ് വാമിംഗ് നടക്കുന്ന വീട്ടിലേക്ക് എത്തി. കയറി ചെന്നതും എന്നെ അട്രാക്ട് ചെയ്തത് ആ പടിപ്പുര തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ വീട് മൊത്തത്തിൽ കാണുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അങ്ങനെ ഞാനും ഏട്ടനും കൂടി വീട് മൊത്തത്തിൽ അങ്ങനെ ചുറ്റി കറങ്ങി അങ്ങോട്ട് കണ്ടേ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വീട്. പിന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ആ ഗണപതി വെച്ചിരുന്ന തൂണില്ലേ, അതും ഈ ഡൈനിങ് സ്പേസും ആയിരുന്നേ. പിന്നെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴേ 2 കാവൽക്കാർ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മതിയായിട്ടാവും ക്ഷീണിച്ച് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു രണ്ടുപേരും. അതൊക്കെ പോട്ടെ, ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് SD ബൈക്ക്. 90 കാലഘട്ടത്തിലൊക്കെ മിന്നി തിളങ്ങിയവനായിരുന്നേ. അങ്ങനെ നമ്മൾ വീടിന്റെ അകത്തെയും പുറത്തെയും കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി ആയിരുന്നേ. ശേഷം ഞങ്ങൾ ചേച്ചിയോടും ചേട്ടനോടും ബൈയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോന്നേ. വരുന്ന വഴിക്ക് മുള്ളൂർക്കര എത്തിയപ്പോൾ ഒന്ന് വീട്ടിലോട്ടും കയറിയേ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെറുതുരുത്തി എത്തിയപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.